ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. എന്താണ് ഒരു മണവാട്ടിയുടെ ശരിയാവണ്ണമുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: മണവാളനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കതയുമാണ് ഒരു മണവാട്ടിയുടെ ശരിയാവണ്ണമുള്ള ഒരുക്കം. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്: യേശുവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. മരിച്ചവരെ കുറിച്ച് വളരെ ബുദ്ധിമുട്ടി ഭാരപ്പെട്ടിരുന്ന തെസ്സലോനിക്കയിലുള്ള ആളുകൾക്ക് വിശുദ്ധ തിരുവചനം മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആരാ ക്രിസ്തുവിൽ മരിച്ചവർ? ഒരുവൻ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ഏകാഗ്ര ഹൃദയത്തോടെ വിശുദ്ധ ജീവിതം നയിച്ചവനാണ് അവൻ മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചു എന്ന് പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുന്നത് ക്രിസ്തുവിൽ മരിച്ചവരാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ഏകാഗ്ര ഹൃദയത്തോടെ നിഷ്കളങ്കതയോടെ ക്രിസ്തു എന്ന ഏക പുരുഷനു വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ് എടുക്കപ്പെടുന്നത്. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരിൽ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ബുദ്ധിയുള്ളവളായിരിക്കുവാൻ അവൻ്റെ വരവിനിയും താമസിക്കും, ഇനിയും സമയമുണ്ട് എന്ന് വിചാരിച്ച് പിന്നീട് ഒരുങ്ങാമെന്ന് ചിന്തിക്കാതെ കിട്ടുന്ന സമയം തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പാപജീവിതത്തോട് വിട പറഞ്ഞ് വിശുദ്ധനായ ദൈവത്തെ എതിരേൽക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, സമർപ്പിക്കുവാൻ ഈ പ്രഭാതത്തിൽ താങ്കൾക്ക് കഴിയുമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ താങ്കളുടെ ജീവിതത്തിലെ സകല അശുദ്ധിയും യേശു എന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി പൂർണ്ണ ശുദ്ധീകരണത്തോടെ മണവാളനായ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഈ വചനം ശ്രവിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഇതിൻ്റെ മക്കളുടെ മേൽ പകർന്നാട്ടെ. ദൈവ കൃപ ഈ നിന്റെ മക്കളുടെ മേൽ പകർന്നാട്ടെ. ദൈവിക നന്മകളാൽ അവരെ നിറയ്ക്കുമാറാകണം. ബുദ്ധിയോടെ വിവേകത്തോടെ പെരുമാറുവാൻ അങ്ങ് അവരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾക്ക് എഴുതുവാൻ മറക്കരുത്. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9539113121 9539113121. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളോട് ഒരുമിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പരദേശിയായി ഞാൻ പാർക്കുന്നീഹേ നാഥ, എപ്പോഴെൻ വീട്ടിൽ ചേരും. ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. പരദേശിയായി ഞാൻ പാർക്കുന്നീഹേ